നമസ്കാരം, വിനയാസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കർപ്പൂരമാണ്. അപ്പം ഞാൻ കർപ്പൂരത്തിൻ്റെ 2 ടാബ്ലറ്റ് എടുത്തിട്ട് കൈ വെച്ചിട്ട് ഇതുപോലൊന്ന് പൊടിച്ച് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കൈ വെച്ചിട്ടൊന്ന് ഞരടി കൊടുക്കുമ്പോൾ അതിനകത്ത് നല്ലതുപോലെ പൊടിഞ്ഞു കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വിനാഗിരിയാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ എന്ന കണക്കിൽ വിനാഗിരിയും കൂടെ ഞാൻ ഈ കർപ്പൂരത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡെറ്റോളാണ്. അപ്പോൾ ഇതേണ്ട കുറച്ച് ഡെറ്റോൾ ഒരു സ്പൂണൊക്കെ മതിയാവും. അതുകൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാവേ. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ കൊതുകിനെയും ചെറിയ ചെറിയ പ്രാണികളെയും അതുപോലെ തന്നെ പല്ലികളെയൊക്കെ തുരത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ സൂത്രമാണ് കേട്ടോ ഇത്. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ നമ്മുടെ ബോട്ടിലിൻ്റെ ക്യാപ്പുകളാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു 3 ക്യാപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് കോട്ടൺ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ഓരോ സ്പൂണ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. 1-2 സ്പൂൺ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മളിത് സാധാരണയായിട്ട് പല്ലികളും അതുപോലെ കൊതുകൊക്കെ വരാറുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, അതായത് ജനലിൻ്റെ സൈഡ്, കിച്ചണ് അതുപോലെയൊക്കെയുള്ള ഭാഗങ്ങളിലൊക്കെ ഇതിങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിലും നല്ലൊരു സ്മെല്ലാകട്ടോ ഇതിൽ നിന്നും വരുന്നത്. അപ്പോൾ അത് കൊതുകിനെ എന്തായാലും തുരുത്തും. അതുപോലെ തന്നെ പല്ലികളൊക്കെ ആണെങ്കിലും ഈ ഒരു സ്മെല്ല് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അടുത്തേക്ക് വരത്തേയില്ല. അപ്പം നിങ്ങൾക്ക് 2-3 സ്ഥലങ്ങളിലൊക്കെ ഇതുപോലൊന്ന് റെഡിയാക്കി സന്ധ്യയാകുന്ന സമയത്ത് വെക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ പൊടി ഈച്ചകളും അതുപോലെ തന്നെ കൊതുകൊക്കെ ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് നമ്മുടെ വീടിന് വെളിയിൽ പോകുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിക്കുള്ള ടിപ്പുകൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കാനായിട്ട് മറക്കരുതേ. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഇത് ഞാനിവിടെ ഒരു ചിരട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ എടുക്കുന്ന ചിരട്ടയിൽ അല്പം തേങ്ങയൊക്കെ ഇങ്ങനെ ചിരവിയതിൻ്റെ ബാലൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ചിരട്ട വേണം, അതായത് ഫ്രഷ് ആയിട്ടുള്ള ചിരട്ട വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് തേങ്ങ ചിരകിയത് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതുണ്ടല്ലോ, വേണ്ട ഹാർപ്പിക്കാണ്. കുറച്ച് ഹാർപ്പിക്ക് ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് ശർക്കരയാണ്. അപ്പോൾ ഇതേണ്ട ഞാൻ കുറച്ച് ശർക്കര ഒന്ന് ചീവി ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഈ ചിരട്ടയിലൊന്ന് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ എലികളെ തുരത്താനുള്ള ഒരു കിടിലൻ സൂത്രമാണ്. എലികളെയും പെരിച്ചാഴികളെയും ഒക്കെ നമ്മുടെ വീട്ടിൽ നിന്നും നമ്മുടെ തൊടിയിൽ നിന്നും ഒക്കെ നമുക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ ഒന്ന് ചെയ്ത് വെച്ചിട്ട് എലികൾ സാധാരണ വരാറുള്ള സ്ഥലങ്ങളിൽ ഇതുപോലൊന്ന് കൊണ്ടുവന്ന് വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലുള്ള എലി മടകളുടെയൊക്കെ സൈഡ് ഭാഗത്തായിട്ട് ഇത് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ, രാത്രിയിലൊക്കെ ആണല്ലോ ഇവ കൂടുതലായിട്ടും പുറത്തിറങ്ങുന്നത്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, തേങ്ങ അതുപോലെ തന്നെ ശർക്കര ഇതൊക്കെ എലിയെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ സംഭവങ്ങളാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ നിൽക്കത്തില്ല, ഇതങ്ങ് കഴിക്കും. കഴിച്ച് ഈ ഹാർപ്പിക്കൊക്കെ വയറ്റിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നത്തെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് എലികളെയും പെരിച്ചാഴികളെയും ഒക്കെ നമുക്ക് അനായാസം തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് മൊബൈൽ ഉപയോഗിക്കുന്ന എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണ്. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് അബദ്ധത്തിലൊക്കെ ആണെങ്കിൽ പോലൂടെ മൊബൈലൊക്കെ വെള്ളത്തിൽ പോവുകയോ അല്ലെങ്കിൽ നമ്മൾ മേശപ്പുറത്തൊക്കെ വെക്കുന്ന സമയത്ത് വെള്ളത്തിലോട്ടൊക്കെയാണ് വെക്കുന്നതെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഈർപ്പം കളയാനുള്ളൊരു കിടിലൻ സൂത്രമാണ്. അതിന് വേണ്ടത് വേറെ ഒന്നുമല്ല, നമ്മുടെ അരിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ അരിയിലോട്ട് നമുക്ക് മൊബൈൽ ഇതുപോലൊന്ന് കുത്തി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 2-3 മണിക്കൂറൊക്കെ നമ്മൾ ഇതുപോലെ അരിയിൽ ഇങ്ങനെ ഒന്ന് പൂഴ്ത്തി വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലെ ഒരു ജലാംശമൊക്കെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ അരി വലിച്ചെടുക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് നല്ലതുപോലെ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിലൊക്കെ ഇതുപോലെ വെള്ളത്തിൻ്റെ അംശമോ അല്ലെങ്കിൽ ഈർപ്പമോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ അരിയിലൊന്ന് പൂഴ്ത്തി വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു ഈർപ്പം മാറുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇനി അടുത്ത ടിപ്പിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചപ്പാത്തി പലകയാണ്. ഇതിപ്പോൾ സ്റ്റീലിൻ്റെ കേട്ടോ. അപ്പം ഇതുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ഇത് കുറേ അഴുക്കുകളുണ്ട് ഇതിപ്പോൾ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ വൃത്തിയായിട്ട് എടുത്ത് വെച്ചിട്ടില്ല എങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൽ പൂപ്പൽ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകും. അപ്പോൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്ത ശേഷം കഴുകി ഉണക്കി വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇനി അഥവാ അങ്ങനെയൊന്നും വെക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയുമില്ല, അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ എടുക്കുമ്പോഴേക്കും അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ ഒരു പൊടികൾ, ഗോതമ്പ് പൊടിയൊക്കെ ആണെങ്കിൽ അങ്ങ് പൂക്കാനായിട്ട് തുടങ്ങിയിട്ട് ഇതുപോലെ പൂത്തിട്ടിരിക്കും.
അപ്പം പിന്നെ നമ്മളതിൽ കറക്റ്റായിട്ട് നമ്മളത് ക്ലീൻ ചെയ്തില്ല എങ്കിൽ നമുക്ക് വയറിനൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇതിപ്പോൾ ചപ്പാത്തി പലക എന്ന് തന്നെയല്ല, നമ്മുടെ കട്ടിംഗ് ബോർഡൊക്കെ ആണെങ്കിലും നമ്മൾ അനായാസം നമുക്ക് വൃത്തിയാക്കാനായിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ ഇത്. ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തേക്കുന്നത് വിനെഗറാണേ. അപ്പോൾ കുറച്ച് വിനെഗർ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ചുമ്മാ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ട് നല്ലതുപോലെ അത് ക്ലീൻ ആയിട്ട് കിട്ടുന്നുണ്ട്. നമുക്കിപ്പോൾ ഡിഷ് വാഷോ സോപ്പോ ഒന്നും ഇതിലേക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ചുമ്മാ ഇങ്ങനെ കുറച്ച് ഉപ്പ് പൊടിയും അതുപോലെ തന്നെ വിനെഗറും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ കണ്ടോ നല്ലപോലെ ഒരു തിളക്കം വന്നിട്ടുണ്ട് ഇതിന്. ഇതുപോലെ തന്നെയാണ് കട്ടിംഗ് ബോർഡും നമുക്കിങ്ങനെ ഈസി ആയിട്ട് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിപ്പോൾ ഞാനൊന്ന് കഴുകി എടുത്തുകൊണ്ട് വന്നതാണ്. നിങ്ങൾ നോക്കിക്കേ, കുറച്ച് തുരുമ്പും കാര്യങ്ങളും ഒക്കെ ഇതിലുണ്ടായിരുന്നു. കാരണം ഇത് കുറേ നാളായിട്ട് ഞാൻ ഉപയോഗിക്കാതെ വെച്ചിരുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴുക്കുണ്ടായിരുന്നു, പൂപ്പലുണ്ടായിരുന്നു, ഒപ്പം തന്നെ തുരുമ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ട് നല്ല പുതിയതുപോലെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാനായിട്ട് മറക്കല്ലേ. ഇനി നമുക്ക് ഇന്നത്തെ ലാസ്റ്റത്തെ ടിപ്പിലേക്ക് പോകാം കേട്ടോ. അപ്പം അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ മുടി വളരാനായിട്ട് സഹായിക്കുന്ന നല്ല അടിപൊളി ഒരു സിറമാണ് നമ്മളിന്നിവിടെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഇടതൂർന്ന് കറുത്ത് നല്ല അടിപൊളിയായിട്ട് മുടി കിടക്കാനും നല്ല ഭംഗിയോട് കൂടി ഇരിക്കാനും പറ്റിയ അടിപൊളി ഒരു സിറമാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ, സിമ്പിളായിട്ട് കേട്ടോ. ഈ മുടി കൊഴിച്ചിൽ കൂടുതലായിട്ടുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണ്ടത് വേറൊന്നുമല്ല, നമ്മുടെ കിച്ചണിലുള്ള സവാള തന്നെയാണ്. ഞാനിപ്പോൾ ഇവിടെ 2 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. തൊലിയൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൂടി ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാട്ടോ, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഈ കട്ട് ചെയ്ത സവാള നമുക്കിനി പേസ്റ്റ് പോലെ ഒന്ന് അരച്ചിട്ടെടുക്കണം. അപ്പം മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒട്ടും വെള്ളം ഒന്നും ചേർക്കണ്ട കേട്ടോ. വെള്ളം ചേർക്കാതെ തന്നെ ഇതേപോലെ ഞാനൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു നീരാണ് വേണ്ടത്. അപ്പം നമ്മൾ ഇതുപോലെ ഒരു തുണിയിലേക്ക് ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഞെക്കി പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അരിപ്പയിൽ വെച്ചിട്ട് അരിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോട്ടൺ തുണിയിലോട്ട് വെച്ചിട്ട് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് 2 സവാളയുടെ നീരെന്ന് പറയുമ്പോൾ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തിലേക്ക് നമുക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ കണക്കിൽ തേയിലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം എന്ന് പറയുമ്പോൾ 1 ഗ്ലാസ് ഒക്കെ ആക്കുന്ന രീതിയിൽ വേണം നമ്മളിത് വറ്റിച്ച് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വറ്റി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സവാളയുടെ നീരും കൂടെ നമ്മൾ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫും കൂടെ ചെയ്ത് കൊടുക്കാം. ഇത് തണുക്കട്ടെ കേട്ടോ. തണുക്കുന്നോളം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ. തണുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് അരിച്ച് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ മുടിയിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ മുടിക്ക് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സവാളയിൽ സൾഫർ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ മുടിയുടെ വളർച്ചയെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. മുടിക്ക് കൃത്യമായിട്ടൊരു ഘടന നൽകുന്നതിനും മുടി കൊഴിയാതെ നല്ല ആരോഗ്യത്തോടു കൂടി വളർത്തുന്നതിനൊക്കെ ഇത് ഒത്തിരി നമ്മളെ സഹായിക്കും. സൾഫർ കൂടാതെ സവാളയിൽ വൈറ്റമിൻ സി, വൈറ്റമിൻ ബി, ധാതുക്കൾ എന്നിവയ്ക്ക് അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ മുടിയുടെ വളർച്ച വളരെ വേഗത്തിലാക്കുന്നു. ഈ വൈറ്റമിൻ സി ആണെങ്കിൽ ഒരു ആൻറ്റി ഓക്സിഡൻറ്റുകളാണ്. അപ്പം സവാള ഉപയോഗിക്കുന്നത് ഒരുപാട് നല്ലതാണ് നമ്മുടെ മുടിക്ക്. ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്കൊക്കെ ആണെങ്കിൽ സവാള അലർജി ഉണ്ടാക്കും എന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഒരല്പം വെളിച്ചെണ്ണ മുടിയിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതുപോലെ നമ്മൾ മുടി ഇഴകളിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. തലയോട്ടിയിൽ രക്ത ഓട്ടം ഉണ്ടാക്കണം. ഇങ്ങനെ നന്നായിട്ടിട്ട് നമ്മളൊന്ന് മസാജ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ്, കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അധിക സമയം വെക്കേണ്ട, മുതിർന്നവരാണെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ വെക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതിനുശേഷം ഒരു മൈൽഡ് ഷാമ്പു ഇട്ടിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് കളയുക കേട്ടോ. ഷാമ്പു ഇടണമെന്ന് നിർബന്ധമില്ല. ചെമ്പരത്തി താളിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. മുടി ഇപ്പം ഞാൻ കഴുകി ഉണങ്ങിയതാണിത് കേട്ടോ. അപ്പം ഇത് ആഴ്ചയിൽ 1 ചെയ്താൽ മതി, എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പം നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. താരനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് പോയിട്ട് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കിടക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ.